ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ കട്ടിംഗ് പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2-3 പാർട്ടായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാലൻസ് ആണ് നമ്മളിതിന് സ്ലീവുമേ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഡബിൾ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആണ്. മെറ്റീരിയൽ തന്നെ നമ്മൾ ഡബിൾ കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രം വെച്ചാൽ, ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്ലീവ് വരച്ച ശേഷം നിങ്ങൾ എത്രയാണ് സ്ലീവ് എടുക്കേണ്ടത് ആ ഒരു അളവ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനകത്തേക്ക് ലേസ് വരച്ച് വെക്കേണ്ടതുണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് അതിനെ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ പട്ടിൻ്റെ മെറ്റീരിയൽ ഇതുപോലത്തെ ബ്രൊക്കേഡ് മെറ്റീരിയൽ, അങ്ങനെ അത് പ്ലെയിൻ വിത്ത് ബ്രൊക്കേഡ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടിയും ഈ ഒരു ഡിസൈന് കുറച്ചും കൂടിയും എടുത്ത് കാണിക്കുകയും ഭംഗി വരുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ലേസ് എന്തെങ്കിലും മേടിച്ച് വെക്കണം. ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ അത് വാങ്ങിക്കണം. ഇങ്ങനെ ഫുൾ മീറ്ററിലാണ് വരിക കേട്ടോ. ഇങ്ങനത്തെ ഫുൾ ലേസ് മേടിക്കുമ്പോൾ കുറച്ച് പൈസയ്ക്ക് കുറവ് കിട്ടും. ഇത് ഇങ്ങനെ ഫുൾ സെറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ വീതി കുറച്ച് കൂടുതലായിട്ടാണ് കിട്ടിയത്. വീതി കുറവുള്ളത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ വീതി കുറവുള്ള ഭാഗം മാത്രമായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും. അത് നമ്മൾ പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വേണം, ഇതും വേണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ ഇതേ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽ ആയിരിക്കണം കൂടുതലായിട്ട് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ ഒരു ഡിസൈനിന് കുറച്ചും കൂടി ഭംഗി വരുന്നത് കേട്ടോ. ഇനി ഫ്രണ്ടിലോട്ട് വരുന്ന കുഴിച്ച് വെട്ടുന്ന ഭാഗം വരുന്നതൊക്കെ നിങ്ങൾ ആ കറക്റ്റ് പോയിന്റിലോട്ട് വരുന്ന രീതിയിലേക്ക് വെക്കണം. ഇതിപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇങ്ങനെ പട്ടിൻ്റെ മെറ്റീരിയൽ പോലെ ആകുമ്പോൾ ഇങ്ങനെ ചുരുണ്ടൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുണ്ട് വരിക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ചോക്ക് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം ഈ ഒരു ഡിസൈൻ. ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ഏതാണ്ട് അതിൻ്റെ ലൈനിങ്ങിന് പറ്റുന്ന ഒരു മെറ്റീരിയൽ എടുക്കണം. ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറിന് അനുയോജ്യമായ ഒരു കളർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്നുകിൽ ഇതിൻ്റെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ക്രോസ് പീസ് വെച്ച് യൂസ് ചെയ്യാം. നമുക്ക് ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതിന് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പട്ടിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ കുത്തി തറയ്ക്കണ പോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ അത് ലൈനിങ് ആയിട്ട് തയ്ച്ച് മറച്ചാൽ മതി. ലൈനിങ് രീതിയിൽ തയ്ച്ച് മറക്കുക ചെയ്യേണ്ടത്. നമുക്കിത് രണ്ട് ഭാഗം സോഫ്റ്റ് ആയിട്ട് ഇനി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നില്ല. ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ച് മറക്കുകയും ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യം അനുസരിച്ചാണ് ഈ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. ഈ ഡിസൈൻ നമുക്ക് പറഞ്ഞുതരാം. ഇനി നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യു ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് വരയ്ക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് എടുക്കുന്നു, കുറച്ച് ദൂരം എടുക്കുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് കേട്ടോ, ഇത്ര ദൂരത്തേക്ക് നമ്മളിങ്ങനെ കവർ ചെയ്ത് വരയ്ക്കുന്നത്. ആ ഷേപ്പ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ഏതാണെന്ന് നോക്കുക. അങ്ങനെ ആ രീതിയിൽ വേണം വരയ്ക്കാൻ കേട്ടോ. അങ്ങനെ കൃത്യമായിട്ട് ഇത്ര അളവിൽ തന്നെ എടുത്താലേ ഇത് ഭംഗി ഉണ്ടാവൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം ദൂരം വേണം, ഒരു പഫ് വേണം, അതിന് ബാലൻസ് എത്ര ദൂരം നിൽക്കണം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്തതിരിക്കുന്നത് ഇത്രയും ഭാഗത്തേക്ക് നമ്മൾ വരുന്ന രീതിയിൽ എടുത്തിരിക്കുന്നത്. അളവ് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അളവ് മെഷർമെൻറ്റ് പറയാം. നമ്മൾ ആ ഒരു ഡിസൈൻ ഏകദേശം നമുക്ക് ഈ ഭാഗത്ത് എത്ര കാണണം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് എന്ത് പോവും, തയ്ച്ച് പോവും. ഓക്കെ, ഇത്ര ഭാഗം ഇതിനകത്ത് ഇവിടെ നിൽക്കത്തുള്ളൂ. അതായത് ഇവിടെ ഒരു ഇഞ്ചിൻ്റെ ആ ഒരു അളവിലാണ് ഇവിടെ നമുക്ക് കിട്ടുള്ളൂ ഏകദേശം. ബാക്കി ഇവിടെ നമ്മളിത് തയ്ച്ച് കുറച്ച് ഉള്ളിലോട്ട് പോകുന്ന ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടം വരെ വന്നിട്ടുള്ള വീതി, ഈ ഒരു ഭാഗം വരെ വന്ന വീതി എന്ന് പറയുന്നത് ഏകദേശം 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ. ഷേപ്പ് ഇട്ട് വരച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത് നോക്കുമ്പോൾ വീതി കൂടിയ ഭാഗത്ത് നിന്ന് ഇത് ഇവിടെ കണക്റ്റഡായി നിൽക്കുന്ന ഭാഗത്തേക്കുള്ളത് എടുത്തത്. ഓക്കെ, 4 ഇഞ്ച്. ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്. ഈ ഒരു ഈ ഭാഗത്തേക്ക് കണക്റ്റഡായിട്ട് ഇവിടെ നിന്നുകൊണ്ട് 4 ഇഞ്ച്. ഈ ഭാഗത്തേക്ക് കണക്റ്റഡായിട്ട് എടുത്ത ഭാഗത്തേക്ക് 4 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് യു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷേപ്പ് നമ്മൾ മാറ്റണില്ല. ഇത് ഒരു അടയാളം ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇനി ആവശ്യം വരും, ഒരു പ്രാവശ്യം കൂടി ഇത് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോയിന്റ് നമുക്ക് മാറാതിരിക്കാനായിട്ട് കുഴിച്ച് വെട്ടിയ ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ഇത്തിരി ഇറക്കി ഇട്ടിട്ട് നമ്മൾ വെട്ടുന്നുണ്ട് കേട്ടോ, വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇങ്ങോട്ട് നീക്കി വരച്ചിട്ടുണ്ട്. ഇത് തയ്ച്ച് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെ അടയാളം ഇട്ടത് പോകും, അതുകൊണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ വൈഡ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാണ്ട്, എത്ര ലെങ്ത്ത് നമുക്ക് വൈഡ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു അകലം എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് 7.25 8 ഇഞ്ച് ഇപ്പോൾ 8 ഇഞ്ച് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം 8 ഇഞ്ച്. 8ൻ്റെ 3 ഇരട്ടി തുണിയാണ് നമുക്ക് ഇവിടേക്ക് വേണ്ടത്. 8ൻ്റെ 3 ഇരട്ടി, 8 × 3 124 ഇഞ്ച് നീളത്തിൽ തുണി. ഏകദേശം 24 മതി കേട്ടോ, അത്രയും തുണി നീളം വേണം. പിന്നെ നമ്മൾ ഇവിടേക്ക് 4 ഇഞ്ചാണല്ലോ ലെങ്ത്ത് കൊടുത്തത്, അതിനേക്കാട്ടിലും നമ്മളൊരു 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂടുതൽ വേണം. ഓക്കെ, അപ്പം 4 എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് കൂടുതൽ 5.5 ഇഞ്ച് 6 ഇഞ്ച് ലെങ്ത്തും വേണം. നീളം ഇറക്കം വന്നിട്ട് അതിൻ്റെ 6 ഇഞ്ചോളം, 4 + 1.5 അങ്ങനെ 5.5 അല്ലെങ്കിൽ 6 ഇഞ്ചോ എടുക്കാവുന്നതാണ്. 5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, 6 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ നിന്നുള്ള 8 എന്ന് പറയുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് പ്ലീറ്റ്സ് പിടിക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ 8ൻ്റെ 3 ഇരട്ടി 24 ഇഞ്ച് കഷ്ടി മതി ആ ഒരു മെറ്റീരിയലിന് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് മെറ്റീരിയൽ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഈ സൈഡിൽ വീതി കുറവുള്ള ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു 6 ഇഞ്ച് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് 24 ഇഞ്ചല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 24 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കാം. ഇനിയിപ്പോൾ ഇതിലത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു അളവ് എടുക്കേണ്ടത് ബാലൻസ് വന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 6 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ 6 ഇഞ്ച് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ നല്ല വശം പൊട്ടവശമായിട്ട് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെടുത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കാം. ഇത് നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് എടുത്തത്. അപ്പോൾ ഈ റൗണ്ട് സർക്കിളിൽ നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ഉൾവശം നല്ല വശമായിട്ട് പുറത്തേക്ക് കാണുന്ന വശമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ രീതി തന്നെയായിരിക്കണം ഇതിലെടുക്കുമ്പോഴും വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഈ റൗണ്ട് സർക്കിളിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഈ ഭാഗം നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഭാഗമായിട്ട് എടുക്കണം. ഇത് തയ്ച്ച് പോകുന്ന ഉള്ളിലേക്ക് പോകുന്ന ഭാഗമായിട്ട് എടുക്കണം ഈ ഒരു ഭാഗം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്ലീറ്റ്സ് പിടിക്കണം, അടുപ്പിച്ച് പ്ലീറ്റ്സ് പിടിക്കണം. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ പ്ലീറ്റ്സ് പിടിച്ചു കൊണ്ടുവരണം. ഒരേ അളവിൽ പ്ലീറ്റ്സ് പിടിച്ചെടുക്കണം. ഇത് ഫുള്ളായിട്ട് അറ്റം വരേക്കും ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കണം. എന്നിട്ട് ബാലൻസ് പറഞ്ഞുതരാം. നമ്മളിതിൽ പ്ലീറ്റ്സ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗി വരുത്താനുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് പിടിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയില്ലേ. ഇനി ഇതേ വശത്തിന് അനുകൂലമായിട്ടല്ല, ഇതിനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം. ഈ പ്ലീറ്റ്സ് ഏത് ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിൽ വന്നു, ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ വേണം പിടിക്കാനായിട്ട്. പറഞ്ഞുതരാം. ഇതിങ്ങനെ ആയത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതേ നേരെ വരികയാണെങ്കിൽ ഇതാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അതേ രീതി. പക്ഷേ നമ്മൾ ഈ രീതിയിലല്ല പിടിക്കണം. ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയാണ് പിടിക്കണത്. ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിക്കുമ്പോഴാണ് ഇവിടുത്തെ പഫ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞ് നിൽക്കണ പോലെ നിൽക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇടുമ്പോൾ അതൊരു ഭംഗി കുറവ് വരും.
അങ്ങനെ കാണുമ്പോൾ അത് മനസ്സിലാവില്ലെങ്കിലും ഇടുമ്പോൾ അതിന് ഭംഗി പറയും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വരുമ്പോൾ ആ ഭാഗത്തേക്കാണ് ഡയറക്ഷൻ നിൽക്കുന്നത്. ഈ പ്ലീറ്റ്സിനെ ഇങ്ങോട്ടേക്കായിട്ട് പിടിച്ചു, മനസ്സിലാവുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതിൻ്റെ ഇതേപോലെ ഇപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ചു, ഇങ്ങനെ. അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചിട്ട് വരണം. ഈ ഫുള്ള് ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തയ്ക്കണം. ഇപ്പം നമ്മൾ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇത്ര വീതിയിൽ ഒരു ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. വീതി കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയാം കേട്ടോ. സാധാരണ രീതിയിൽ ക്രോസ് പീസൊക്കെ ഇട്ടിരിക്കുമ്പോൾ 1.25 1.5 ഇഞ്ചൊക്കെ മതിയായിരിക്കും. ഇത് അനക്കം കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. എന്തിനാണെന്ന് പറയാം കേട്ടോ. ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് കുറച്ച് വലിപ്പം വീതി കൂടുതൽ എടുത്തതെന്ന്. ഇത് നമ്മൾ ഉൾസൈഡിൽ നിന്ന് ആണ് നമ്മൾ തയ്ക്കേണ്ടത്. ഇതാണ് നല്ല വശം, ഇതാണ് പുറത്തേക്ക് കാണുന്ന വശം, ഇതാണ്. അങ്ങനെ നല്ല വശത്തിനോട് ചേരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ അറ്റത്തോട് തയ്ച്ച് ഇവിടെ അറ്റം വരെ തയ്ച്ചിട്ട് ഇടയിൽ ഇങ്ങനെ വെട്ടിട്ട് കൊടുത്ത ശേഷം തയ്ച്ച് അപ്പുറത്തോട്ട് മറച്ച് വയ്ക്കണം. എന്ന ശേഷം അത് പതിച്ചടിച്ച് വയ്ക്കുക. അത്രയാണ് നമ്മൾ ചെയ്യണം. പിന്നെ ഈ സൈഡ് നമ്മളൊന്നും ചെയ്യണില്ല. ഇത് ലാസ്റ്റ് ഫൈനലി നമ്മൾ ആ ഒരു കാര്യം ഫിനിഷിങ്ങിലേക്ക് കൊടുക്കണുള്ളൂ. ഇപ്പോൾ ചെയ്യില്ല. ഇനി കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്ത ശേഷമാണ് നമ്മളത് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നല്ല വശത്ത് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. 1/4 ഇഞ്ച് വീതിയിൽ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇനി നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറച്ചിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ച് തയ്ച്ചു അതിന് ശേഷം ആദ്യം ഒന്ന് പതിച്ചടിച്ചു, ഇപ്പുറത്തേക്ക് വെച്ചിട്ട് വീണ്ടും മേക്കിന് ഒന്നും കൂടി പതിച്ചടിച്ചു. ഓക്കെ, അങ്ങനെ 2 പ്രാവശ്യം പതിച്ചടിച്ചു കേട്ടോ. അതിനുശേഷം താഴെ ഭാഗം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു അളവിൽ നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മൾ തയ്ച്ച് മറച്ചു. അതിനുശേഷം നമ്മൾ ഓടിക്കാണിട്ടിട്ട് സൈഡിൽ കൂടെ അടിച്ചു. ഇത് നമ്മൾ തുന്നി കെടുക്കുക ചെയ്യുക. ഇത് നമ്മൾ ഓടിക്കാണിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ ഭാഗം വലിച്ചു കളയും. തുന്നി ഹെമ്മിങ് ചെയ്ത ശേഷമാണ് നമ്മളത് വലിച്ചു കളയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഇപ്പം നമുക്ക് കാണുന്ന ഭാഗത്തേക്ക് വരുന്ന ഭാഗം. ഇനി ഇത് ഭാഗം ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയണില്ല. നമ്മൾ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാമെന്ന്. അതിന് ശേഷം നമ്മളത് കളയുള്ളൂ ആ ഭാഗം. ഇനി തയ്ച്ചതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വശം താഴ്ഭാഗത്തേക്ക് വെച്ചിട്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മളെടുത്തത് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം നമ്മളത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാം. കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു തെറ്റ് ഭാഗത്ത് കറക്റ്റായിട്ട് നിൽക്കണമെന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒരു പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അതിനുശേഷം ആ അറ്റത്ത് ഭാഗത്തുണ്ടല്ലോ അതുപോലെ തന്നെ ഈ അറ്റത്ത് ഭാഗത്ത് ഇതുപോലെ തന്നെ വയ്ക്കുക. ഈ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ വയ്ക്കുക. ഇതേപോലെ ഇതിൻ്റെ അറ്റത്ത് ഭാഗത്തും ഈ സ്ലീവിൻ്റെ ഈ അറ്റത്ത് ഭാഗത്തും ഇതേപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, ഇതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ട് സർക്കിളിൽ നമ്മൾ ഇവിടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ഭാഗത്തിൽ കൂടെ അളവ് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ഭാഗം അതേ ഒപ്പത്തിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പാക്കി വെച്ച് കൊടുക്കുക. ഇതിനോട് ചേർത്തിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ കുറച്ച് ഒരു 1/4 ഇഞ്ച് നീക്കിയ ശേഷം തയ്ച്ച് പോകാനുള്ള എളുപ്പത്തിന് നീക്കിയ ശേഷം സൈഡിൽ കൂടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഈ തുണിയുടെ ആ ഒരു ബാലൻസ് സൈഡ് ഭാഗമൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ അതിനകത്തേക്ക് തന്നെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അതിന് പകരമാണ് ഇത് വെക്കുന്നത്, ഈ ഒരു സൈഡിൽ വെക്കുന്നത്. അപ്പോൾ അത് ഈ ഭാഗം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് പോകുമ്പോൾ പ്ലീറ്റ്സിന് കോട്ടൺ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വെച്ചത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ ആ പ്ലീറ്റ്സിനെ വീണ്ടും ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ പ്ലീറ്റ്സ് ഒന്നും കൂടി കൃത്യമായിട്ട് നിൽക്കുള്ളൂ. ഇനി നമ്മൾ ഈ അറ്റത്ത് കൂടെ ഇതിനെ സൈഡിൽ കൂടെ അറ്റത്ത് കൂടെ നമ്മൾ തയ്ച്ചെടുക്കും. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗം നമ്മൾ ഈ സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നൊക്കെ മാറ്റാം. ഇനി അതുപോലെ ആ പ്ലീറ്റ്സിൻ്റെ ഷേപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ മുകളിലൂടെയും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പ്ലീറ്റ്സുകൾക്ക് വിട്ടു പോകാതിരിക്കാൻ അതേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. അപ്പോൾ നമ്മളിത്
തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. അതേപോലെ തന്നെ ഉള്ളിലും നമ്മൾ ഈ ഒരു ഭാഗത്ത് ബാലൻസ് നിൽക്കുന്നത് ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ 2 സൈഡിലേക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ 4 ഇഞ്ചിൽ നിർത്തി നമ്മൾ തയ്ച്ചിട്ട് മറ്റേത് ഈ ഭാഗം ഒറ്റത്തുകൂടെ ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ല ഈ ഭാഗം കളയണ്ടെന്ന് പറഞ്ഞത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറുകൾക്ക് കളയാട്ടോ. അത് നമുക്കിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ ബോഡി ടച്ച് വരുമ്പോൾ ഇങ്ങനെ ചൊറിയും, അസ്വസ്ഥത, ഇറിറ്റേഷനൊക്കെ വരും ചിലർക്ക്. ഇങ്ങനെ സിൽക്കിൻ്റെ തുമ്പുഭാഗം ഇത് നമുക്ക് അങ്ങനെ മെറ്റീരിയൽ അങ്ങനെ കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു തെറ്റ് ഭാഗങ്ങൾ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് നമ്മളിത് അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞത്, വെക്കാമെന്ന് പറയും. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്ത് പോയി, ഈ തയ്യൽ തുമ്പ് നമുക്ക് കവർ ചെയ്ത് പോയി. നമ്മൾ തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് സൈഡിൽ കൂടെ തന്നെ തയ്ച്ചെടുക്കുകയും ചെയ്യാം. ഈ തെറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ തുമ്പ് ഇതിനകത്തേക്ക് കവർ ചെയ്ത് നിൽക്കും. മനസ്സിലായോ? ഇത്രയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ സൈഡിലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യേണ്ടി വന്നിട്ട് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ആ ഷേപ്പിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വളയുന്നില്ല, കുറച്ച് വീതി കൂടിയ കാരണം കൊണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കി ഇതിന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതേ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന്മേൽ കൂടെ തുന്നിയെടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഇത് നമുക്ക് മേല് കുത്താതെ ഉൾസൈഡ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും, നല്ല വൃത്തിക്ക് ഇരിക്കും. ഇനി നമുക്ക് ഇതുപോലത്തെ ലേസിൻ്റെ വീതിനെ നമുക്ക് കുറയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ. കുറച്ച് ഭംഗി കൂടണത് ഈ ഒരു പകുതി ഭാഗം വരുമ്പോഴാണ് കുറച്ച് ഭംഗി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലേസിനെ ഫുൾ സെറ്റ് വാങ്ങിച്ചതാണ്, പക്ഷേ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് ഭാഗം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കിത് ഈ ഭാഗം നമ്മൾ ഇത്രയും വീതി വേണ്ട, നമുക്ക് കുറച്ച് വീതി വെക്കുമ്പോഴാണ് ഇതിന് ഭംഗി വരുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലൂടെ ആയിട്ടും തയ്ച്ചെടുക്കണം. ഓക്കെ, ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കണം. നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചു കിടന്നത്. അപ്പം നല്ല ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. അപ്പോൾ ഉൾ സൈഡ് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ തന്നെ തയ്ച്ചിട്ട് ഒന്നില്ലെങ്കിൽ തയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. ബൈ, സി യു.